ഇപ്പോൾ KPCC ആസ്ഥാനത്തേക്ക് പുതിയ നേതാക്കൾ അവർ എത്തിച്ചേരുകയാണ്. സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ KPCC അധ്യക്ഷ ചുമതലയേൽക്കുന്ന സണ്ണി ജോസഫും വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും ഷാഫി പറമ്പിലും PC വിശ്വനാഥ് അടക്കമുള്ള നേതാക്കൾ എത്തിച്ചേരുന്നു. AK ആന്റണിയുടെ അനുഗ്രഹാശിസുകളോടെ അവർ KPCC ആസ്ഥാനത്തേക്ക് എത്തുന്നു. KPCC ആസ്ഥാനത്തേക്ക് അവരെ നേതാക്കളെ ഒന്നായി വരവേൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഒപ്പം തന്നെ ഏകദേശം 10-20 വർഷക്കാലത്തെ അഭിഭാഷക പരിചയം ഉണ്ട്. മട്ടന്നൂർ ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റായിരുന്നു. തലശ്ശേരി കാർഷിക വികസന സഹകരണ സൊസൈറ്റിയുടെ പ്രസിഡന്റായിരുന്നു. ഉളീക്കൽ സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു. അങ്ങനെ രാഷ്ട്രീയ പരിചയ സമ്പന്നതയുണ്ട് സണ്ണി ജോസഫിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉളീക്കലിൽ നിന്ന് സണ്ണി ജോസഫ് ഇന്ന് കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർന്നതിനു പിന്നിൽ വലിയ പരിശ്രമങ്ങളുടെയും അധ്വാനത്തിൻ്റെയും പാർട്ടിയോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ കൂറിൻ്റെയും പാർട്ടി പ്രവർത്തകരെ മുഴുവൻ യോജിപ്പിച്ചു കൊണ്ടുപോകാനുള്ള കഴിവിൻ്റെയും ഒക്കെ പ്രതിഫലനമാണ്. അത് തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് പരിഗണിച്ചു. മലയോര കർഷക വിഭാഗത്തിൽ നിന്നുള്ള ഒരു കുടുംബാംഗമാണ് ഇന്ന് കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ചുമതലയുള്ള നേതാവായി മാറുന്നത്. മുരളീധരൻ, അടൂർ പ്രകാശ്, അങ്ങനെ മുതിർന്ന നേതാക്കളെ എല്ലാവരെയും കണ്ട് അനുഗ്രഹം VM സുധീരൻ, KPCC അധ്യക്ഷൻ കൂടിയായ VM സുധീരൻ്റെ കൈപിടിച്ച്, AK ആന്റണിയുടെ കൈപിടിച്ച് മുതിർന്ന നേതാക്കളുടെ അനുഗ്രഹങ്ങൾ വാങ്ങി. കണ്ണൂർ രാഷ്ട്രീയത്തിലെ, പേരാവൂർ രാഷ്ട്രീയത്തിലെ അധികായൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കോൺഗ്രസിൻ്റെ സൗമ്യമുഖം, എന്നാൽ അതേസമയം കോൺഗ്രസിൻ്റെ ധീരനായ നേതാവ്, പേരാവൂരിനെ കോൺഗ്രസിലേക്ക് അടുപ്പിച്ച നേതാവ്, മലയോര കർഷക പുത്രൻ, ഉളീക്കൽ ഗ്രാമത്തിൽ നിന്ന് KSU നേതാവായി യൂത്ത് കോൺഗ്രസിലൂടെ ഇപ്പോൾ കണ്ണൂർ DCCയുടെ 10 വർഷക്കാലത്തെ, ഒരു ദശാബ്ദക്കാലത്തെ ചുമതലയിൽ ഉണ്ടായിരുന്ന സണ്ണി ജോസഫ് ഇപ്പോൾ എങ്ങനെയാണോ K സുധാകരൻ DCC സ്ഥാനം ഒഴിയുമ്പോൾ കണ്ണൂരിൻ്റെ DCC ചുമതലയിലേക്ക് വരുന്നത്, അതേ നിലയിൽ ഇപ്പോൾ സണ്ണി ജോസഫും ഇപ്പോൾ KPCC അധ്യക്ഷനാവുകയാണ്. K സുധാകരൻ ഒഴിയുന്ന വേളയിലാണ് ഇപ്പോൾ എത്തുന്നത്. K സുധാകരനെ AICCയുടെ സ്ഥിരം ക്ഷണിതാവാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വർക്കിംഗ് കമ്മിറ്റി സ്ഥിരം ക്ഷണിതാവാക്കുമെന്ന് അറിയുന്നു. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ KPCCയുടെ ഇന്ദിരാഭവനിൽ നിന്നുള്ളതാണ്. ആസ്ഥാനത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. എല്ലാവരുടെയും മുഖത്ത് ചിരിയുണ്ട്, ഒരു പ്രതീക്ഷയുണ്ട്, ഒരു ഊർജ്ജമുണ്ട് കോൺഗ്രസിൽ. റോഷി, വളരെ ഊർജ്ജസ്വലമായ ഒരു നേതൃത്വമാണ് വരുന്നത്. ആ ഊർജ്ജം അണികൾക്കും നേതാക്കൾക്കും എല്ലാം ഉണ്ട് അല്ലേ അവരുടെ ചിരികളിൽ. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷും അവിടേക്ക് എത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയും അവർക്ക് പ്രേക്ഷകർക്ക് കാണാം. മുതിർന്ന നേതാക്കൾ ഓരോരുത്തരായിട്ട് എത്തുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്. ഇപ്പോൾ KC വേണുഗോപാൽ ഇന്ദിരാഭവനിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷിയുണ്ട്. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുണ്ട്. അങ്ങനെ ഇന്ദിരാഭവനിൽ പ്രേക്ഷകർ കാണുന്നത് ഒരു വലിയ തിരക്കാണ്. ഊർജ്ജസ്വലമായ ഒരു നേതൃത്വം KPCCയുടെ ചുമതലയിലേക്ക് എത്തുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് ഇന്ദിരാഭവനിൽ നിന്ന് കാണുന്നത്. സ്ഥാനമൊഴിയുന്ന നേതാവും സ്ഥാനം ഏറ്റെടുക്കുന്ന നേതാവും AICCയുടെ സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് എന്നിവരുടെ മധ്യത്തിൽ പ്രേക്ഷകർക്ക് കാണാം.